നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിൻ്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശിവരാത്രി വ്രതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ വർഷത്തെ മഹാശിവരാത്രി വരുന്നത് ഫെബ്രുവരി 26-ാം തീയതിയാണ്. ഫെബ്രുവരി 26 മുതൽ 27 പ്രഭാതം വരെയാണ് ശിവരാത്രി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ശിവപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വ്രതമാണ് ശിവരാത്രി വ്രതം. ഇപ്പോൾ പ്രദോഷം തുടങ്ങി മറ്റു വ്രതങ്ങളുമുണ്ട് ശിവപ്രീതിക്കായിട്ട്. അങ്ങനെയുള്ള 8 വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കുംഭമാസത്തിൽ നമ്മൾ ആചരിക്കുന്ന ശിവരാത്രി വ്രതം. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് ആഘോഷിക്കാറുണ്ട്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാമത്തെ രാത്രിയും 14-ാമത്തെ പകലുമാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ശിവരാത്രി എന്ന് പറയുന്നത്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും വളരെ വിശേഷ ദിവസമായിട്ട് ആചരിക്കുന്നു. ശിവൻ്റെ രാത്രിയാണ് ശിവരാത്രി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥമുള്ളതുകൊണ്ട് ശിവരാത്രി എന്ന് പറഞ്ഞാൽ മംഗളം നൽകുന്ന രാത്രി എന്നുള്ള ഒരർത്ഥവും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ആളുകളും, വിശ്വാസികളായ എല്ലാവരും തന്നെ ആ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. നമ്മുടെ കന്യാകുമാരി ജില്ലയിലൊക്കെ ആണെങ്കിൽ ശിവാലയ ഓട്ടം എന്നുള്ളൊരു പ്രത്യേക ചടങ്ങ് നടത്താറുണ്ട്. 100 കിലോമീറ്ററോളം ദൂരം വരുന്ന 12 ക്ഷേത്രങ്ങളിൽ കൂടെ 12 ശിവക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദിവസത്തെ ഓട്ടമാണ് ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഒരുപാട് പഴയ പുരാണങ്ങളിൽ ഈ ശിവരാത്രിയുടെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ശിവപുരാണം, ലിംഗപുരാണം, സ്കന്ദപുരാണം, മത്സ്യപുരാണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പുരാണങ്ങളിൽ ഈ ശിവരാത്രിയുടെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നുണ്ട്. പല പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. ശിവരാത്രി വ്രതം വക്ഷ്യേ ഭുക്തിമുക്തിപ്രദം ശൃണു മാഘഫൽഗുനയോർ മധ്യേ കൃഷ്ണായാതു ചതുർദശി. ഇതാണ് ശിവരാത്രിയെപ്പറ്റി പറയുന്നത്. ശിവരാത്രിയുടെ മഹത്വവും എന്നാണ് ശിവരാത്രി വരുന്നതും എന്നുള്ളതാണ് പറയുന്നത്. ശിവപുരാണത്തിൽ പറയുന്ന എന്താണ്? മാഘസ്യ ഹസിതേ പക്ഷേ വിശിഷ്ടാസാദി കീർത്തിക നിശീധവ്യാപിനി ഗ്രാഹ്യ ഹത്യാകോടി വിനാശിനി. കോടിരുദ്ര സംഹിതയിൽ പറയുന്നതാണ്. ഇനി നമുക്ക് ആ ശിവരാത്രി വ്രതത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി നോക്കാം. 4 തരത്തിലാണ് ശിവരാത്രി വ്രതം ആചരിക്കാറുള്ളത്. ശൈവ സമ്പ്രദായക്കാർ 4 തരത്തിലുള്ള ശിവരാത്രി വ്രതങ്ങളാണ് ആചരിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ ഈ 4 ശിവരാത്രി ആചരണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ആദ്യത്തേത് നിത്യശിവരാത്രിയാണ്. അതായത് അർദ്ധരാത്രിയിൽ ഭഗവാൻ ശിവനെ പ്രാർത്ഥിച്ച് വിളക്കൊക്കെ തെളിയിച്ച് നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നതാണ് നിത്യശിവരാത്രി. ദൈനിക ശിവരാത്രി എല്ലാ ദിവസവും ആചരിക്കുന്നു. രണ്ടാമത്തേത് മാസിക ശിവരാത്രി അല്ലെ മാസശിവരാത്രിയാണ്. എല്ലാ മാസവും കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയിൽ ആചരിക്കുന്ന ശിവരാത്രിയാണ് മാസശിവരാത്രി. മൂന്നാമത്തേത് മാഘ പ്രഥമാദി ശിവരാത്രി, മാഘപ്രഥമാദി ശിവരാത്രി. അതായത് മാഘ മാസത്തിലെ പ്രഥമ ദിവസം മുതൽ 13 ദിവസം വ്രതമായിട്ട് ആചരിച്ച് ഭഗവാന് അർച്ചനകൾ നടത്തുന്നതാണ് ഈ മാഘ പ്രഥമാദി ശിവരാത്രി. നാലാമത്തേതാണ് മാഘമാസത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി രാത്രിയിൽ ആചരിക്കുന്ന മഹാശിവരാത്രി. വർഷത്തിലൊന്ന് മാത്രം ആണത് ആചരിക്കുന്നത്. ഈ ശിവരാത്രിയാണ് ഏറ്റവും കൂടുതലായിട്ട് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാശിവരാത്രി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ശിവരാത്രി വ്രതം ആചരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഹത്യാകോടി വിനാശിനി എന്ന് പറഞ്ഞാൽ 100 പേരെ കൊന്ന ഹത്യാപാപം ഉണ്ടെങ്കിൽ പോലും അതിനെപ്പോലും ഇല്ലാതാക്കുന്ന ഒരാചരണമാണ് ശിവരാത്രി വ്രതം. മഹാവ്രതം എന്നറിയപ്പെടുന്ന മഹാശിവരാത്രി അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ് നടത്തുന്നത്. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. വളരെ ഭക്തിയോടുകൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ദീർഘായുസ്സുണ്ടാകും,
തനിക്ക് മാത്രമല്ല തൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ ഐശ്വര്യവും ദീർഘായുസ്സും ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് ശിവരാത്രി അനുഷ്ഠാനം. ദമ്പതിമാർ ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്ന ഒരു രീതിയും ഉണ്ട്. രണ്ടുപേരും ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ അങ്ങനെ അനുഷ്ഠിക്കാം. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി ദിവസമാണ് എന്ന് പറഞ്ഞല്ലോ. അതായത് ചതുർദശി രാത്രിയിൽ ഏത് ദിവസമാണ് വരുന്നത് അത് വെച്ചാണ് അനുഷ്ഠാനം നിശ്ചയിക്കുന്നത്. ഈ വർഷം 2025 ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ് ശിവരാത്രി വരുന്നത്. അന്നാണ് ചതുർദശി രാത്രിയിൽ വരുന്നത്. ശിവരാത്രി ദിനം സൂര്യോദയം മുതൽ പിറ്റേന്ന് സൂര്യോദയം വരെയാണ് വ്രതാനുഷ്ഠാനം. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഉദയാതുദയാന്തം. അതായത് ഒരു ഉദയം മുതൽ അടുത്ത ഉദയം വരെ. അപ്പോൾ 26 ബുധനാഴ്ച രാവിലെ മുതൽ 27 വ്യാഴാഴ്ച രാവിലെ വരെയാണ് ശിവരാത്രിയുടെ സമയം. അതായത് 26-ാം തീയതി രാവിലെ 11 നാഴിക 5 വിനാഴിക മുതൽ വ്യാഴാഴ്ച 5 നാഴിക 34 വിനാഴിക വരെ. അതായത് ഏകദേശം ഒരു 8:45 കഴിയുന്നത് വരെ, 9 മണിക്ക് തൊട്ടടുത്ത് വരെ ശിവരാത്രിയുടെ ആചരണം ഉണ്ട്. അപ്പോൾ ഇതാണ് ശിവരാത്രിയുടെ സമയവും കാര്യമൊക്കെ. ശിവരാത്രിയെപ്പറ്റി 2 കഥകളാണ് ഉള്ളത്. ഒന്ന്, ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന മഹാവിഷമായ കാളകൂടം ശിവൻ പാനം ചെയ്തു. മഹാസർപ്പമായ വാസുകിയാണ് കയറായിട്ട് ഉപയോഗിച്ചത്. വാസുകിയുടെ ഗളത്തിൽ നിന്നും ഉതിർന്നു വീണതാണെന്നും പറയുന്നുണ്ട്. 2 രീതിയിൽ കഥകൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷം, കാളകൂട വിഷം പ്രപഞ്ചം നശിച്ചു പോകാൻ കാരണമാകുമെന്നറിഞ്ഞ് മഹാദേവൻ കൈകളിൽ ഏറ്റുവാങ്ങി അതങ്ങ് വിഴുങ്ങി. വിഷം ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആപത്തൊന്നും വരാതെ പാർവതീദേവി കഴുത്തിൽ മുറുകെ പിടിച്ചു. മഹാവിഷ്ണു ആകട്ടെ ഇത് പുറത്തോട്ട് വന്നാലുണ്ടാകുന്ന ആപത്ത് പേടിച്ചിട്ട് ശിവഭഗവാന്റെ വായും പൊത്തിപ്പിടിച്ചു. അങ്ങനെ ആ വിഷം കഴുത്തിൽ ഉറച്ചു. ഭഗവാന് നീലകണ്ഠൻ എന്ന പേരും വന്നു. അപ്പോൾ പാർവതീദേവി ആ ഒരു രാത്രി മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ട് കാവലിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മറ്റ് ദേവതകളും ചുറ്റും ഇരുന്ന് ഉറങ്ങാതെ ആ രാത്രി മുഴുവൻ ഉറക്കം വിളച്ച് ഇരുന്ന് ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പം ഈ ദേവന്മാരാരും വന്ന് ഒരു ഭക്ഷണവും കഴിക്കുകയുണ്ടായില്ല. പാർവതി ദേവിയും ഒന്നും കഴിച്ചില്ല. അങ്ങനെ നിരാഹാരമായിട്ടാണ്, ഉപവാസമായിട്ടിരുന്നാണ് പ്രാർത്ഥനകൾ നടത്തിയത്. ആ ഒരു ഐതിഹ്യത്തിൻ്റെ പിന്നിൽ നിന്നാണ് ശിവരാത്രി ആചാരത്തിൻ്റെ ഉത്ഭവം എന്ന് ഒരു കഥയുണ്ട്. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ശിവൻ്റെ മാഹാത്മ്യവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. ആദിയിൽ മഹാവിഷ്ണു പാലാഴിയിൽ ഇങ്ങനെ അനന്തൻ എന്ന മഹാസർപ്പത്തിൻ്റെ പുറത്ത് കിടക്കുകയും അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു താമരയുടെ പൂവിൽ ബ്രഹ്മാവ് ഉദയം കൊള്ളുകയും ചെയ്തു. പക്ഷെ ബ്രഹ്മാവ് വിചാരിച്ചു താനാണ് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിലുണ്ടായത്. അങ്ങനെ അദ്ദേഹം വലിയതായിട്ട് കൊട്ടിഘോഷിക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞപ്പം ഭഗവാൻ മഹാവിഷ്ണു എന്തു പറഞ്ഞു? നാരായണനായിട്ട് കിടക്കുന്ന മഹാവിഷ്ണു എന്താണ് പറഞ്ഞത്? എൻ്റെ ഉള്ളിൽ നിന്നാണ് നീ രൂപം കൊണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ എനിക്ക് തർക്കമായി. ബ്രഹ്മാവ് സമ്മതിക്കുകയില്ല, ഞാനാണ് ആദ്യം ഉണ്ടായതെന്ന് ബ്രഹ്മാവും, എന്നിൽ നിന്നാണ് നീ ഉണ്ടായതെന്ന് മഹാവിഷ്ണുവും തർക്കിച്ചു. അഹം പ്രഭു എന്ന് പറഞ്ഞ് തർക്കിച്ചു എന്നാണ് കഥ. അത് വലിയ പ്രശ്നമായി. രണ്ടുപേരും തമ്മിൽ യുദ്ധത്തിലേക്ക് സജ്ജരായി. അങ്ങനെ ലോകം നശിക്കുമല്ലോ എന്ന് വിചാരിച്ചു. 2 ദേവന്മാർ, മഹാദേവന്മാർ, 2 മൂർത്തികൾ തമ്മിലാണ് യുദ്ധം. അതുകൊണ്ട് ലോകം നശിക്കുമല്ലോ, പ്രപഞ്ചം ഇല്ലാതായി പോകുമല്ലോ എന്ന് എല്ലാവരും ഭയന്നു. അങ്ങനെ ഈ യുദ്ധം പുരോഗമിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു പ്രകാശം അവിടെ അവതരിക്കുകയും അതിൽ മഹാദേവൻ ശിവൻ രൂപം കൊള്ളുകയും ചെയ്തു. ഈ ശൈവ സിദ്ധാന്തപ്രകാരം മഹാദേവനാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ലോകനായകൻ, ഈശ്വരൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ മഹാവിഷ്ണുവിൻ്റെ ബ്രഹ്മാവിൻ്റെ ഇടയ്ക്ക് വന്ന് നിന്നിട്ട് അഗ്നിസ്തംഭ രൂപത്തിലാണ് അദ്ദേഹം ആവിർഭവിച്ചത് എന്നാണ് പറയുന്നത്. ഒരു തീ കൊണ്ടുള്ള വലിയൊരു തൂണ് പോലെ അദ്ദേഹം നടുക്ക് വന്ന് നിന്നു. അതിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ മുകൾവശം കാണാൻ പറ്റില്ല, താഴോട്ട് നോക്കിയാൽ താഴത്തെ ഭാഗവും കാണാൻ കഴിയില്ല. അപ്പോൾ ഈ മഹാദേവൻ അവരോട് കൽപ്പിച്ചു,
ഒരാൾ പോയി ഇതിൻ്റെ മുകൾ വശം കണ്ടുപിടിക്കുക, ഒരാൾ എൻ്റെ പാദത്തിൻ്റെ ഭാഗം കണ്ടുപിടിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് ഈ ജ്യോതിർലിംഗത്തിൻ്റെ മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. അനേകം യുഗങ്ങൾ സഞ്ചരിച്ചിട്ടും രണ്ടുപേർക്കും അഗ്രം കാണാനായിട്ട് സാധിച്ചില്ല. വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു. എന്നിട്ട് രണ്ടുപേരും പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. മുകളിലേക്ക് പോയ ബ്രഹ്മാവ് ഒരു കൈതപ്പൂവിൻ്റെ കള്ളസാക്ഷിയുമായിട്ട് വന്ന് മുകൾ ഭാഗം കണ്ടു എന്ന് അവകാശപ്പെട്ടു. മഹാദേവന് കള്ളം മനസ്സിലായി. പല ചോദ്യങ്ങൾ ബ്രഹ്മാവിനോട് ചോദിച്ചു. ഒന്നിനും ഉത്തരം പറയാൻ സാധിച്ചില്ല. ശിക്ഷയായിട്ട്, കള്ളം പറഞ്ഞതിൻ്റെ ശിക്ഷയായിട്ട് 5 മുഖങ്ങളുണ്ടായിരുന്ന ബ്രഹ്മാവിൻ്റെ ഒരു മുഖം മഹാദേവൻ ഞുള്ളി അങ്ങ് എടുത്തു. നഖം കൊണ്ട് നുള്ളിയെടുത്തു എന്നാണ് കഥ പറയുന്നത്. അങ്ങനെ പഞ്ചമുഖനായിരുന്ന ബ്രഹ്മാവ് 4 മാറി. അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ തല നുള്ളിയെടുക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ എന്ന് പറയുന്നൊരു സാത്വിക ഭാവത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാത്വിക മൂർത്തികളാരും ഇങ്ങനെയുള്ള ഘോരകൃത്യങ്ങൾ ചെയ്യാറില്ലാത്തതുകൊണ്ട് മഹാദേവൻ താൻ വേറൊരു സൃഷ്ടിയായിട്ട് അവതരിച്ചു. ഭൈരവമൂർത്തി എന്ന പേരിൽ അവതരിച്ചിട്ട് ആ ഭൈരവമൂർത്തിയാണ് ഈ ശിരസ് നുള്ളിയെടുത്തത്. അങ്ങനെ മഹാവിഷ്ണു ആണെങ്കിൽ സത്യം പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റിയില്ല, താഴോട്ട് എത്ര പോയിട്ടും അങ്ങയുടെ പാദങ്ങൾ കാണാൻ എനിക്ക് സാധിച്ചില്ല, ഈ ജ്യോതിർലിംഗത്തിൻ്റെ അടിഭാഗം കാണാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. മഹാദേവന് ഈ സത്യം പറഞ്ഞ മഹാവിഷ്ണുവിനെ അനുഗ്രഹിക്കുകയും ലോകത്തെവിടെയും തുല്യ പ്രാധാന്യത്തോടെ ശിവനും വിഷ്ണുവും ആരാധിക്കപ്പെടും എന്ന് പറയുകയും ചെയ്തു. ബ്രഹ്മാവിനൊരു ശാപവും കൊടുത്തു, നിനക്ക് ഒരിടത്തും ഒരു ക്ഷേത്രവും ഉണ്ടാകാതെ പോകട്ടെ, ആരും ആരാധിക്കാതിരിക്കട്ടെ എന്നും. കൈതപ്പൂവിനൊരു ശാപം കൊടുത്തു, നിന്നെ ഒരു ക്ഷേത്രത്തിലും പൂജയ്ക്ക് എടുക്കാതിരിക്കട്ടെ എന്ന്. ഇതാണ് കഥ. അപ്പം ശിവപുരാണത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ശിവ മഹാത്മ്യമാണ് ഈ കഥയിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ശിവരാത്രി വ്രതാനുഷ്ഠാനത്തെപ്പറ്റി ഏതാനും കാര്യങ്ങൾ നോക്കാം. ശിവരാത്രി വ്രതം കുറുവേ ചതുർദശ്യാമ ഭോജനം രാത്രി ജാഗരണേനൈവ പൂജയാമി ശിവം വ്രതി. അഗ്നിപുരാണത്തിൽ പറയുന്നതാണ്. ചതുർദശി ദിവസം ഭക്ഷണം കഴിക്കാതെ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് വ്രതമനുഷ്ഠിച്ച് ശിവനെ പൂജിക്കുക എന്നതാണ് ശിവരാത്രിയുടെ ആചാരം. ചതുർദശ്യാം അഭോജനം എന്ന് പറഞ്ഞാൽ ചതുർദശി ദിവസം. ശിവരാത്രി വ്രതം കുറുവേ ചതുർദശ്യാം അഭോജനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ചതുർദശി മുഴുവൻ ഇരിക്കുന്നു. രാത്രി ജാഗരണേനൈവ, രാത്രി ഉണർന്നിരിക്കുന്നു. പൂജയാമി ശിവം പ്രതി, ശിവനെ പൂജിക്കുന്നു. പിന്നെ ഈ പൂജയിലൂടെ മംഗളകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഫലമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ വ്രതമെടുത്ത് ശിവരാത്രി വ്രതം ആചരിക്കുന്നത് നല്ലതാണ്. തലേന്ന് തന്നെ ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം. അതായത് ചതുർദശി ദിവസം രാവിലെ തന്നെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി വ്രതം ആരംഭിക്കാം. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നവരും ആരോഗ്യമുള്ളവരും വ്രതമെടുക്കാൻ ആരോഗ്യമുള്ളവരും 7 ദിവസം മുമ്പ് തന്നെ ഭക്ഷണത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്ന് വ്രതമെടുക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ 7 ദിവസം ഇരിക്കാനൊക്കെയല്ലോ. തലേ ദിവസം മാത്രം ഉപവസിക്കുക, ബാക്കി 7 ദിവസവും മിതമായ രീതിയിൽ എരിവും പുളിയും ഒക്കെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. അതുപോലെ വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ട് വ്രതമെടുക്കുന്നത് നന്നായിരിക്കും. മത്സ്യമാംസാദികളും ഈ 7 ദിവസം ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർ ഈ തലേദിവസത്തെ വ്രതത്തിൻ്റെ സമയത്ത് മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക. ഈ വ്രതമെടുക്കുന്ന ദിവസം വൈകുന്നേരം അരിയാഹാരം പാടില്ല. കരിക്കിൻ വെള്ളമോ അല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ കഴിക്കുന്നതാണ് നല്ലത്. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമഃ ശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. അതായത് 26-ാം തീയതി രാവിലെ ഉണർന്ന് ഭസ്മധാരണം നടത്തിയിട്ട് ക്ഷേത്ര ദർശനം നടത്തണം. ഈ ശിവരാത്രി ദിവസം മുഴുവൻ പൂർണ്ണ ഉപവാസമാണ് ആരോഗ്യമുള്ളവർ അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴങ്ങളോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഒരിക്കൽ ഊണ് രീതിയിൽ വ്രതമെടുക്കുന്നവർ, ആരോഗ്യം കുറവുള്ളവർക്ക്, അതായത് ഊണ് കഴിക്കാതെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു നേരം ഊണ് കഴിച്ച് വ്രതമെടുക്കാം.
അങ്ങനെയുള്ളവർ ലളിതമായ കറികൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക. ആ ദിവസം മുഴുവൻ ശിവപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. അതിലേറ്റവും പ്രധാനമാണ് ദാനം ചെയ്യുക എന്നുള്ളത്. അർഹതപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദാനമെന്ന് കൊടുക്കുക. അന്നദാനമാണ് ഏറ്റവും ഉത്തമം. വീട്ടിൽ വരുന്ന ഒരാളിന് ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ അന്ന് കൂവളത്തിന് ജലം സേചനം നടത്തുന്നതും, അതായത് വെള്ളമൊഴിക്കുക കൂവള മരത്തിന് ചുവട്ടിൽ, ഭക്തിപൂർവ്വം പരിപാലിക്കുന്നതും ശിവപ്രീതികരങ്ങളായ വഴിപാടാണ്. പിന്നെ ക്ഷേത്രത്തിൽ അന്ന് യാമപൂജകളുണ്ട്. ആ പൂജകളിലൊക്കെ പങ്കെടുക്കുന്നതാണ് ആചാരം. രാവിലെ ഭസ്മം നനച്ചാണ് തൊടേണ്ടത്. വൈകിട്ട് ഭസ്മം നനയ്ക്കാതെ തൊടണം. രാത്രി പൂർണ്ണമായിട്ട് ഉറക്കളച്ച് വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വീടുക. വ്രതം കഴിയുമ്പോൾ പാരണ വീടുക എന്നൊരു ചടങ്ങുണ്ട്. ആദ്യം ക്ഷേത്രത്തിൽ പോയി ശരീരശുദ്ധി വരുത്തിയിട്ട് ക്ഷേത്രത്തിൽ പോയി തീർത്ഥജലം സേവിച്ച് പാരണ വീടിയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഈ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്നും ഈ വ്രതം അനുഷ്ഠിക്കാം. ശുദ്ധി വരുത്തി വേണം ചെയ്യാനെന്ന് മാത്രം. ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും ചെയ്യണം. ശിവൻ്റെ ഒരു ചിത്രം വെച്ചിട്ട് അതിനു മുമ്പിൽ വിളക്ക് തെളിച്ച് വെച്ച് പുഷ്പങ്ങളുമൊക്കെ വെച്ച് കൂവളത്തിലെയും അർപ്പിച്ച് വ്രതം അനുഷ്ഠിക്കാം. ആരോഗ്യമുള്ളവർ മാത്രമേ ഉപവാസം എടുക്കാവുള്ളൂ. ആരോഗ്യമില്ലാത്തവർ ശരീരം പീഡിപ്പിച്ചുകൊണ്ടൊരിക്കലും ഉപവാസം എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ശരീരത്തിന് നല്ല കെൽപ്പുള്ളവർ മാത്രം ഉപവാസത്തോടു കൂടിയ വ്രതം അനുഷ്ഠിക്കുക. അല്ലാത്തവർ ഒരിക്കൽ ഊണായിട്ട് വ്രതം അനുഷ്ഠിക്കുക. ഇനി അല്പം കൂടി ആരോഗ്യമുള്ളവർ പഴങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക. കരിക്കിൻ വെള്ളവും പഴമൊക്കെ സേവിച്ചുകൊണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആർത്തവകാലമുള്ള സ്ത്രീകൾ ആർത്തവം കഴിഞ്ഞിട്ട് 7 ദിവസത്തെ ശുദ്ധി വരുത്തിയ ശേഷമേ ഈ വ്രതം എടുക്കാവുള്ളൂ. പുലവാലാമ്യകളുള്ളവർ വ്രതം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വലിയ രോഗാവസ്ഥയുള്ളവരും വ്രതം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ അന്ന് ജപിക്കേണ്ട മന്ത്രങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചാക്ഷരി മന്ത്രമാണ്. ഓം നമഃ ശിവായ. എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രയും ജപിക്കുക. ഇല്ലെങ്കിൽ 108 തവണ ജപിക്കുക. അതിനൊരു മാലയിൽ മുത്തുമണികളുള്ളൊരു മാല പിടിച്ചാൽ 108 ജപിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് വിരലിൽ സ്പർശിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് അല്ലാതെ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. അടുത്തത് ശിവപഞ്ചാക്ഷര സ്തോത്രം, ബില്വാഷ്ടകം, ശിവാഷ്ടകം, ശിവസഹസ്രനാമം, ശിവപുരാണം ഇവയെല്ലാം നമുക്ക് ജപിക്കാവുന്നതാണ്. ശിവപുരാണം വായിക്കാം, ശിവകഥകൾ വായിക്കാം, പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുമ്പേ കുളിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പേ സ്നാനം ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. അന്ന് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട വഴിപാടുകൾ ചുരുക്കത്തിൽ പറയാം. ശിവരാത്രി ദിനത്തിൽ ചെയ്യുന്ന വഴിപാടിന് 100 ഇരട്ടി ഫലമാണ് എന്നാണ് പറയുന്നത്. മഹാദേവന് സാധാരണ ഒരു ദിവസം സമർപ്പിക്കുന്നതിൽ 100 ഇരട്ടി ഫലമാണ്. കൂവളത്തില സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക. ശിവരാത്രിയുടെ അന്ന് കൂവളത്തില പറിക്കരുത്. തലേ ദിവസം പറിച്ച് വെച്ച് അത് വെള്ളം തെളിച്ച് ഇലയിൽ വാഴയിൽ വെക്കുക. എന്നിട്ട് പിറ്റേന്ന് ഭഗവാന് സമർപ്പിക്കാം. കൂവളത്തില വാടിയാലും അതിൻ്റെ വൈശിഷ്ട്യം, അതിൻ്റെ ഗുണം പോവുകയില്ല എന്നാണ് സങ്കല്പം. കൂവള മാലയായിട്ടും സമർപ്പിക്കാം. പിന്നെ മറ്റൊരു വഴിപാടാണ് പിൻവിളക്ക്. പിൻവിളക്ക് പാർവതീദേവിയെ സങ്കല്പിച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഈ പിൻവിളക്ക് കൂവളമാല ഭഗവാനും അല്ലെ കൂവളത്തില കൊണ്ടുള്ള അർച്ചന ഭഗവാന് സമർപ്പിക്കുക. ഒരു പിൻവിളക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ ദാമ്പത്യ സൗഖ്യം, കുടുംബസമാധാനം ഉണ്ടാകാനായിട്ട് വളരെ ഉത്തമമാണ്. ജലധാരയും ചെയ്യാവുന്നതാണ്. ജലധാര ചെയ്താൽ മനസ്സിന് വലിയ ശാന്തത അനുഭവപ്പെടും. ആയുസ്സിന് ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ രോഗാദി ദുരിതങ്ങളൊക്കെ ഉള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ആയുർസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിക്കുക. വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ, തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വിവാഹം ഒത്തുവരാതിരിക്കുകയൊക്കെ ചെയ്യുന്നവർ ഉമാമഹേശ്വര പൂജ അല്ലെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിക്കുക. ദാമ്പത്യ ദുരിതങ്ങളുണ്ടെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരം സംഘർഷങ്ങളുണ്ടാകുന്നെങ്കിൽ ഐകമത്യ സൂക്താർച്ചന നടത്തുക. പിന്നെ ഇതാണ് നമുക്ക് വഴിപാടുകൾ, അന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ.
പൊതുവെ ശൈവ ആചാര്യന്മാർ പറയുന്നതാണ് 1000 ഏകാദശിക്ക് തുല്യമാണ് അര ശിവരാത്രി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അറിയാം, ഏകാദശിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ശിവരാത്രിക്ക് അതിൻ്റേതായ മഹത്വവും ഉണ്ട്. രണ്ടും രണ്ട് രീതിയിൽ മഹത്വമുള്ള വഴിപാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഗുണം ഒന്ന് ദോഷം, അല്ലെ ഒന്ന് ഗുണം കൂടുതലുണ്ട് ഒന്നിന് കുറവുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മഹാവിഷ്ണുവിന് സമർപ്പിക്കുന്ന വഴിപാടുകൾ ഒരുപാട് ഐശ്വര്യവും ധനവുമെല്ലാം നൽകുന്ന വഴിപാടുകളാണ്. ശിവനും പാർവതീദേവിക്കൊക്കെ സമർപ്പിക്കുന്ന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ കുടുംബസൗഖ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. ഐശ്വര്യം, ശിവകുടുംബം എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മാതൃക കുടുംബമായിട്ട് പറയുന്നത് ശിവകുടുംബമാണ്. ശിവനും പാർവതിയും, ഗണപതി ഭഗവാന്, സുബ്രഹ്മണ്യസ്വാമി, പിന്നെ ശിവ ഭഗവാന്റെ പുത്രനായ അയ്യപ്പൻ, എല്ലാം ചേർന്നുള്ള ഒരു കുടുംബം. ഈ 4 പേരാണ് പ്രധാനമായിട്ടും പറയുന്നത്: ശിവൻ, പാർവതി, സുബ്രഹ്മണ്യസ്വാമി, ഗണപതി ഭഗവാൻ. ഇത് 4 പേരും കൂടെയുള്ള കുടുംബം. അതോടൊപ്പം തന്നെയാണ് അയ്യപ്പനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കുടുംബ സമാധാനത്തിനും മംഗളം സംഭവിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാനും ഏറ്റവും മഹത്തരമായ ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ധാരാളം ആചാര്യന്മാർ ശിവരാത്രി ആചരണത്തെപ്പറ്റി വിവിധ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അവയും കാണുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു വ്രത രീതി അനുഷ്ഠിക്കുക. പൊതുവായിട്ട് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ആരോഗ്യമുണ്ടെങ്കിൽ ഉപവാസത്തോടു കൂടിയുള്ള വ്രതം എടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക, ശിവനാമങ്ങൾ ചൊല്ലുക. ആരോഗ്യം കുറഞ്ഞ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി ക്ഷേത്ര ദർശനം നടത്തി ശിവനാമങ്ങൾ ചൊല്ലുക. മനസ്സിൽ ധ്യാനിക്കുക, മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് ആ വ്രതം അനുഷ്ഠിക്കുക. എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒഴിവാക്കിയല്ല, മനസ്സിലെ ദുഷ്ടവിചാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ വ്രതം അനുഷ്ഠിക്കുക. അങ്ങനെ പ്രായോഗികമായിട്ട് നമ്മൾ അത് അനുവർത്തിക്കുക. അപ്പോൾ ഇതാണ് ഈ ആചരണത്തെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഭക്തജനങ്ങൾക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും മംഗളമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.